ഹരി ഒരു കിടുക്കാച്ചി ടീമിനെ വിളിക്കട്ടെ. നല്ല കിടലിനായിട്ട് നമ്മുടെ ഐറ്റം വേറെ നല്ല കിടലിനായിട്ട് നന്നായിട്ട് നിൽക്കുന്ന ഒരു ടീമിനെ വിളിക്കാം. ആരാണ് പറ? ശ്യാം തൃക്കുന്നപ്പുഴ, ബിജു ആൻഡ് രാജേഷ്. വേറെ ഇത് കണ്ടോ? നീ എന്താണ് ഉച്ചകൊണ്ടാണോ ചായ കുടിക്കുന്നത്? ഉച്ചകൊണ്ട് ചായ കുടിക്കുന്നതല്ല, ഇപ്പൊ പോയൊരു ട്രെയിൻ കണ്ടോ? അതിൽ നിന്ന് ആരാണ്ട് ചായ കുടിച്ചിട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞതാ ഈ ഗ്ലാസ്. അത് വീണ എന്റെ തലയിൽ അറിയാമോ? അതിനിപ്പോ എന്താ വേണ്ടേ? ഈ വീട്ടിലെ താമസം ഇതുകൊണ്ട് നിർത്തിക്കോണം. എനിക്ക് വീട്ടിൽ താമസിക്കാൻ വയ്യ. എടി ഒരു മാസം പോലും ആയില്ല ഈ വീട് മേടിച്ചിട്ട്. അത് നീ ഓർക്കണം. ഈ റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ വീട് വാങ്ങാൻ ഞാൻ പറഞ്ഞ നീ അല്ല പറഞ്ഞത്? കാരണമല്ല ഈ വീട് മേടിച്ചത്. ഞാൻ എന്താ പറഞ്ഞെന്നാ? എടി പാളത്തിനടുത്ത് വീട് വേണമെന്ന് നീ അല്ലേടി പറഞ്ഞത്? പാളത്തിനടുത്താ? പിന്നെ ഞാൻ പാടത്തിനടുത്ത് വീട് വേണമെന്നാ ഞാൻ പറഞ്ഞത്. ഈ പാടത്തിനടുത്തായിരുന്നെങ്കിൽ മുടി രണ്ടും പിന്നിക്കെട്ടി ഫ്രണ്ടിലിട്ട് പട്ടുപാവാട ബ്ലൗസ് ഇട്ട് പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണ് അങ്ങനെ പാടി നടക്കാമായിരുന്നു. അറിയാവോ? അങ്ങനെ തന്നെ പാടി നടക്കുന്ന ഇപ്പൊ നമ്മളെ ആ തോപ്പ് മുക്കിൽ കണ്ട വീടില്ലായിരുന്ന ആ മഞ്ഞ കളർ ഇരുന്നല്ല വീട്? ഓ എന്ത് രസമുള്ള വീടായിരുന്നു. അത് കണ്ട എടുത്തേക്ക് തിന്നാൻ തോന്നും ആ വീടിനെ. കല്ലും കട്ടയൊക്കെ നിന്റെ വായി പോയി ഞാൻ മെഡിക്കൽ കോളേജോട്ട് കൊണ്ടുപോകാൻ. അതെങ്ങനെ? ആ വീടിന് ഞാൻ എത്ര കിടന്ന് ഷാട്ടിയും പിടിച്ചു നിങ്ങൾ മേടിച്ചില്ലല്ലോ. എടി അതെന്റെ ബിസിനസ് പൊളിഞ്ഞിരുന്ന സമയമല്ല. എനിക്ക് സ്വസ്ഥത. അതെങ്ങനെ? നല്ലൊരു ബിസിനസ് ചെയ്യാൻ പഠിക്കണം. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ അറിയാന്നുണ്ടെങ്കിൽ അത് പൊളിയുമായിരുന്ന. ഒരു ബിസിനസ് ചെയ്ത് പൊളിഞ്ഞാണോ നീ പറയുന്നത്? ഒരെണ്ണോ? രണ്ട് ബിസിനസ്. രണ്ട് ബിസിനസ്സാ? മൂന്ന് ബിസിനസ്. മൂന്ന് ബിസിനസ്സാ? നീ പറയില്ലേടി കയ്യിൽ വരലില്ല എണ്ണ. നിന്റെ ഈ താരി വലിച്ചു പൊട്ടിച്ച് ദൂരെ കളഞ്ഞിട്ട് എനിക്ക് പോകാനുള്ള ദേഷ്യം കൊണ്ടാ. പൊട്ടിച്ച് കഴിഞ്ഞാൽ അനുഭവിക്കും. എന്തനുഭവിക്കും? 4 വർഷം കടന്നു അകത്ത് കിടക്കും. 4 വർഷം അനുഭവിച്ചാൽ മതിയല്ലോ. ഇത് പൊട്ടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ജീവപുരിയിൽ ഉമ്മ ട്രെയിനെ കാട്ടി വലിയ ശബ്ദമോ ഓ സ്വസ്ഥ വരത്തില്ല. പിന്നെ ഒരു മാസം പോലും ആയില്ല വീട് മേടിച്ചിട്ട്. ഞാൻ വല്ല പറഞ്ഞത് കുറ്റം? നീ പറഞ്ഞ നീ ഒന്നും പറയണ്ട. അവിടെ അനങ്ങായിരുന്നാ മതി. പിന്നെ പിന്നെ അണ്ണാ എന്താ? എനിക്കൊരു ആലോചന. നല്ലത്. നല്ല പയ്യനാണെങ്കിൽ നീ അവന്റെ കൂടെ ഞാൻ ഇത്തിരി സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കട്ടെ. ആലോചനയുടെ കാര്യമാണോ പറഞ്ഞത്? ഇവിടെ ഈ ട്രെയിനിന്റെ ശബ്ദം കേട്ട് എനിക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. എടി ഇപ്പൊ എന്തായാലും നമ്മൾ ഇത് വാങ്ങിച്ചു പോയില്ലേ? ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മുറ്റത്ത് മൊത്തം അവര് ട്രെയിനിൽ നിന്ന് വലിച്ചെറിയുന്ന ഓരോ ചവറുകളാ. എനിക്ക് ഇതൊക്കെ വാരിയും തൂത്തൊക്കെ മടുത്ത്. എനിക്ക് ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ പറ. ഈ വീട് വിൽക്കണം, എന്നിട്ട് വേറെ ഏതെങ്കിലും വീട്ടിൽ പോയി ജീവിക്കണം. ദൈവമേ, ഒരു മാസം പോലും ആയില്ല മേടിച്ചിട്ട്. ഇത് നീ അങ്ങനെ വിൽക്കാൻ വേണ്ടിയാണ്? ഈ ഒരു മാസമായിട്ട് ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. അറിയാവോ? നിങ്ങളൊരു കാര്യം ചെയ്യും, നമുക്ക് ഈ വീട് വാങ്ങി തന്നിട്ട് നമ്മളെ നല്ല കമ്മീഷൻ മേടിച്ച് ആ ചതിയനുണ്ടല്ലോ. ചതിയനല്ല, പുഷ്കരൻ. ചതിയൻ പുഷ്കരൻ. നമ്മളോട് ചതി കൊണ്ടാ ചതിയൻ പുഷ്കരൻ എന്ന് വിളിക്കുന്നത്. അയാളെ വിളിക്ക്. അയാളെ വിളിച്ചിട്ട് ഈ വീട് എങ്ങനെയെങ്കിലും വിറ്റ് തന്നിട്ട് നല്ലൊരു വീട് നോക്കി വേറെ വാങ്ങി തരാൻ പറ. എന്റെ പൊന്നു ഗീത, ഇതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അതെനിക്ക് അറിയണ്ട. നിങ്ങൾ അയാളെ വിളിക്ക്. നിങ്ങളെ ഫോൺ അവിടെ എടുക്ക്. എന്തൊരു കഷ്ടമാണ് നോക്കും. സ്വസ്ഥത ഇല്ലെന്ന് പറഞ്ഞു. വിളി. എത്രയെന്നും വെച്ചാ സഹിക്കുന്നത്? ഹലോ ഹലോ, ബ്രോക്കർ പുഷ്കരൻ. അയ്യോ ലാലൻ. എടാ പൂവാല, നീ വല്ല പെമ്പിള്ളാരെ വിളിയടാ പൂവാല. നീ എന്നാ ഗീതയുടെ ഭർത്താവ് പിയോ ലാലനാണ്. ഞാൻ പറയുന്നത് കേക്കാവോ? അതായത് ഈ വീടൊന്നും വിറ്റ് തരണം. ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. എടാ ഇത് ഒരു മാസമായാലും ഞാൻ ഇടനില നിന്ന് അത് മേടിച്ചു തന്നിട്ട്. ഏട്ടാ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. നമുക്ക് വീടിനകത്ത് കിടന്ന് ഉറങ്ങണ്ടേ? എടാ നീ പോടാ. നിന്റെ ഇങ്ങോട്ടൊന്നും വാ. എടാ ഞാൻ വേറെ തിരക്കി നിൽക്കുവാന്ന്. ഞാൻ തിരക്കി നിൽക്കുമ്പോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പുഷ്കരണ എന്തോ 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 ഗീത. അയ്യോ എനിക്കറിയാലോ. എനിക്ക് അണ്ണ ഒന്നിങ്ങോട്ട് വാണ. പക്ഷെ ഇവിടെ തിരക്കാ കേട്ടോ. തിരക്കാ ഞാന്. ഗീതയാ വിളിക്കുന്ന. അണ്ണ വാണ. അല്ല ഇപ്പൊ എന്തോ ഞാൻ നടന്നു വരുവാ. ഞാൻ ഇനി കൂടി വന്ന ഒരു 10 ചവിട്ടടി. പെട്ടെന്ന് പെട്ടെന്ന് വരും. ഓക്കെ ഓക്കെ സംസാരിക്കാം. ഹലോ അണ്ണാ, നീ വെച്ചിട്ട് പോടാ. അതിനകത്ത് പോടാ. എന്റെ ശബ്ദം നിങ്ങൾക്ക് ഇഷ്ടമല്ല. എനിക്കൊന്നും അറിയണ്ട. അങ്ങേര് വന്നു കഴിഞ്ഞാല് ഈ വീടെന്ന് പറഞ്ഞ കാര്യമില്ല. ഇതിന്റെ കംപ്ലീറ്റ് ഭിത്തിയും പൊളിഞ്ഞിരിക്കുക. ഈ ട്രെയിനിൽ പോയ കുലുക്കിയിട്ട്. അതുകൊണ്ട് അതെല്ലാം വ്യക്തമായിട്ട് പറയണം. അല്ലാതെ കിഴഞ്ഞ കണക്ക് ഇവിടെ കയറി ഇരിക്കരുത് കേട്ടോ. ഞാൻ പറയാം. നീ ഒന്നും എനിക്ക് സ്വസ്ഥത എന്റെ ഗീത. സ്വസ്ഥത ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ഈ മൊബൈലിൽ കണ്ടെങ്കിൽ ചിരിക്കുന്നേ? എന്റെ പെങ്ങളെ ചെറുക്കന്റെ കുട്ടുമ്പം കുട്ടു. എന്നത്? എടാ റീൽസ് ചെയ്തിരിക്കുന്ന കുട്ടുമ്പ കുട്ടു. അതവൻ ചെറുക്കൻ ഒരു രക്ഷയില്ല കേട്ടാ. ഇത് കണ്ടോ? ഇത് കാണിക്കാനാണോ ഇത്രയും ദൂരം ഈ സമയമില്ലാത്ത സമയത്ത് എന്നെ വിളിച്ചു വരുത്തേ നീ? ഈ വിള്ളല് കണ്ടോ? ജോഡി അത് ഞാൻ വല്ലതും ചെയ്തിട്ടാണോ? അതൊക്കെ ഉള്ളതാണ് വിള്ളലും പൊട്ടലും ഒക്കെ.
നിങ്ങൾ എന്തോ പറയുന്നത്? നീ എന്തോ പറയുന്നത്? ഞാൻ ഈ ഭിത്തിയുടെ വിള്ളൽ കണ്ട കാര്യമല്ല പറയുന്നത്. വിദ്യയുടെ വില്ലലാന്നോ? ആ. ഞാൻ ഓർത്ത് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ദേ വീട് വിട്ട് കീറി പൊളിഞ്ഞ് നാശമായി. ഞാനിത് നിങ്ങൾക്ക് ഇത് കച്ചവടത്തിന് ഇറങ്ങില്ലെന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് റെയിൽവേ ട്രാക്കാണ് തൊട്ടടുത്ത്, കാരണം അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും, നിങ്ങൾ വേണമെന്ന് ചോദിച്ചു. അപ്പൊ നീ പെണ്ണുമ്പോൾ എന്തോ എന്തൊക്കെ പറഞ്ഞു. എന്താ പറഞ്ഞത്? അത് കുഴപ്പമില്ല, റെയിൽവേ ട്രാക്ക് അടുത്ത് കിടക്കട്ടെ, കാരണം നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി ഒന്ന് നമ്മുടെ വാതയ്ക്ക് ഒന്ന് കൈ കാണിച്ചാൽ കയറി അങ്ങ് പോകാലോ. അപ്പോഴേ ഞാൻ പറഞ്ഞ നിന്റെ അടുത്ത് തുടങ്ങുന്ന പുഞ്ചിരി പ്രൈവറ്റ് ബസ് അല്ല ഇറക്കി നിനക്ക് സൗകര്യത്തിന് നിർത്താൻ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ നീ വിളിച്ചിട്ട് ഇത് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പോകാൻ ആളെ ഉണ്ടാക്കാൻ. അങ്ങനെയൊന്നും പറഞ്ഞ് ഒഴിയരുത് കേട്ടാ. ഞാൻ പറഞ്ഞ ടൗണിൽ ഒരു വീട് എന്നെ കൊണ്ട് കാണിച്ചാണ്, വാട്ടർ ഫ്രണ്ട് ഉള്ള വീട്. എടാ അത് വാട്ടർ ഫ്രണ്ടേ ഉള്ള വീടല്ലെന്ന്. പിന്നെ അത് KSRTC മൂത്രപ്പേരാണ് അതിന്റെ ഫ്രണ്ട്. മൂത്രപ്പരയാ? പിന്നെ അവിടെ കയറി മൂത്രം എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ ഒരു കാര്യം ചെയ്യും, ആ പുതിയടുത്ത അമ്പലത്തിന്റെ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് ഒരു 50 അടി പോകുമ്പോൾ ഒരു വീട് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് വേണ്ടല്ലോ. അവിടെ എവിടെ വാട്ടർ ഫ്രണ്ട് ഇരുന്നത്? അതിന്റെ തൊട്ടപ്പുറത്ത് വിവരം ഇല്ലയോടാ, ഒരു 10 അടി ചോദിച്ചാ അതാണ് പിന്നെ വാട്ടർ ഫ്രണ്ടേ ചെല്ലിയോ. ഇമാതിരി തർക്കം പറയരുത്, കാര്യം പൈസ പോയത് ഞങ്ങളുടെയാണ്. അല്ല അത് നിങ്ങളുടെ സൗകര്യത്തിന് പറഞ്ഞത് എടിപിടിയുന്ന ആള് വരത്തില്ലെന്ന് അങ്ങനത്തെ പറയുന്നത്. എഴുപിടി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവള് വലിയ പ്രശ്നമാണ്. എനിക്കിത് എങ്ങനെയെങ്കിലും വിട്ട് തന്നേ പറ്റൂ. അങ്ങനെ പെട്ടെന്ന് വിറ്റിരുന്ന ആള് വേണ്ട, ഇത് 1 മാസം ഇങ്ങോട്ട് കേറിട്ട്. എന്റെ പുഷ്കരാണ് എന്തോ നമുക്കേ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതല്ലേ? ഓ ഇവിടെ താമസിക്കാൻ ഭയങ്കര പാടാ, ഈ ട്രെയിൻ എപ്പോഴും പോകുന്നുണ്ട്. അല്ല ഞാൻ അവനോട് പറഞ്ഞു, അപ്പൊ അവൻ പറഞ്ഞു ഇത് അടുത്ത് കിടക്കട്ടെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടാ കൊച്ചാ ഞാനിത് തെറ്റ് ചെയ്ത് തന്നെ. എന്നാ നമ്മൾ ഈ രാത്രി കിടന്നങ്ങ് ഉറങ്ങും. ഉറങ്ങി 1 മണിയൊക്കെ ആകുമ്പോഴേക്കേ അത് ശരി നിസാമുദ്ദീൻ വരും. എടാ നിന്റെ ചവക്കല്ല അടിക്കണ്ട ആദ്യം. എടാ നീ ഇവിടെ ഉള്ളപ്പോ വേറൊരുത്തം വരുമ്പോ നീ ആ പിടിച്ച് നിർത്തുവാനല്ലേ അതിന്റെ അതാ ചെയ്യുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്, പിന്നെന്തുവാ? നിസാമുദ്ദീൻ ട്രെയിൻ വരുമെന്ന്. ട്രെയിനാ? ആ ട്രെയിനാ? നമുക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അത് ശരി. അതുപോലെ ഉച്ചയ്ക്ക് ഞാൻ ഈ ഉമ്മറപ്പടിയിൽ ഇരിക്കുമ്പോഴേ കൊച്ചും കുറുള്ള വരും. അതുകൊണ്ട് നമുക്ക് ഈ സഹിക്കാൻ വയ്യ ഇതിന്റെ സൗണ്ടും, പിന്നെ അവിടെ നിന്ന് ഓരോന്നൊക്കെ വലിച്ചെറിയും. അതുകൊണ്ടേ നമുക്ക് ഈ വീട് വേണ്ട. അല്ല അങ്ങനെ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഇത് എടിപിടിയെന്നും പറഞ്ഞ് നമുക്ക് ആളില്ല, അതുകൊണ്ടായി പറയുന്നത്. നമുക്കിതൊന്നും വിറ്റ് തരണം. ഇതിപ്പോ ഞങ്ങളോട് ഇത് കാണിച്ച് നേരെ മറിച്ച് നീ ഒരു കാര്യം ചെയ്യാം, നേരെ മറിച്ച് ഇച്ചിരി ചരിച്ച് മറിയടാ. എപ്പോഴും അങ്ങനെ നേരെ മറിച്ചാ അങ്ങനെ അത് ചരിച്ചൊന്ന് മറിച്ച് നോക്കിയേ. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തോ നോക്കിക്കുക, വേണ്ട അടുക്കളയിലെ ടാപ്പ് തുറന്ന് വെള്ളം പൊക്കോണ്ടിരിക്കുക. നിങ്ങൾ കുടം എടുത്ത് വെച്ചാൽ വെള്ളം പിടിക്കാൻ നോക്കാം. പോടാ അതുപോലെ പോടാ. അപ്പൊ അവൻ എന്റെ തോളക്കറാൻ വരുമോ അവൻ? എന്റെ പുഷ്കരാണ്. എന്തുവാ എന്തുവാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. അല്ലല്ല അവൻ അമ്മ അങ്ങോട്ട് പോയി അവൻ ചുമ്മാ. അതെ ഞാൻ ശരിക്കും പറഞ്ഞ വേറൊരു കാര്യത്തിന് അണ്ണനെ വിളിച്ചത്. എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതെ ഇതിപ്പോ എന്റെ അണ്ണ അറിഞ്ഞാലേ അതിപ്പോ ശരിയാവൂല. അവൻ അറിയരുത്, അറിയുന്നില്ലെങ്കിൽ എത്ര നാള് വേണേ അങ്ങ് പുറത്തോട്ട് പോയോണ് പെട്ടെന്ന് വരുമോന്നുള്ളൊരു പേടിയേ ഉള്ളു എനിക്ക്. കാര്യം ചെയ്യ്, അണ്ണ ബാ ഇങ്ങോട്ട് ഇരി. അണ്ണ ബാ ഇവിടെ ഇരി. എന്തോ മറ്റേ നമുക്ക് ക്ലിയർ ചെയ്യാം, വേസ്റ്റിന്റെ അത് നമുക്ക് ക്ലിയർ ചെയ്യാവുന്ന കേസാ ഉള്ളത്. എടാ എടാ ഈ പൈപ്പിലെങ്ങാനും വെള്ളം തീർന്നാ ചാടി കയറി വരും. അതാ ഞാൻ അണ്ണ നിങ്ങൾ കിടണ്ട, ഇതിപ്പോ വലിയ കാര്യമാണോ? അങ്ങനെ ഇടിപിടി ഇതൊക്കെ ആയോണ്ട് അതാണ്. എന്നാ പിന്നെ വേണ്ട ഓടിലേ ഓട്ട കണ്ട് മഴ പെയ്യുമ്പോ അതുവഴി കംപ്ലീറ്റ് വെള്ളം മുറിക്കാത്തൊന്ന് വീഴുവാ. അതിനെന്തിനും എന്നെ പിടിച്ചു കിടത്തിയ? പിന്നെ അത് ഇവിടെ കിടന്നാലേ കാണാൻ പറ്റും, നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നുണ്ട്. എന്തോ ഒരു കട്ടമെന്ന് പറ. കണ്ടം പൂച്ച വട്ടം ചാടിയപ്പോഴേ എനിക്കറിയാം നാശത്തിനാണ് ഇത് ആവശ്യമില്ല. ഞാൻ പറഞ്ഞുള്ളൂ. അതിന് നീ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല അതിന്റെ ശബ്ദത്തിൽ. ഇതാ കുഴപ്പം, നമ്മളിവിടെ തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യം ഈ ട്രെയിനിന്റെ ശബ്ദം കാരണം നമുക്ക് കേൾക്കാൻ പറ്റത്തില്ലെന്ന്. ആണോ? അതെന്നോ നമുക്ക് ഞാൻ നോക്കട്ടെ, ഞാൻ ആളുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. അത് പോട്ടെ, നമുക്ക് ഈ ട്രെയിനിൽ നിന്ന് ഓരോന്ന് വലിച്ചെറിയുന്ന മൊത്തം ഇവിടെ വന്ന് വീഴുന്ന അറിയാവോ? പിന്നെ അയ്യോ ഇതില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. എന്റെ അമ്മയാണ് നേരെ അത് ഞാൻ ഓടിന്റെ ഇത് കാണിക്കാൻ. ഓടിന്റെ അവിടെ വെള്ളം വീണണ്ട. അതല്ല അതാ ഞാൻ എടാ ചുമ്മാ ഇപ്പൊ പറ ഇതാ ട്രെയിനിൽ നിന്ന് ഇപ്പോൾ എറിഞ്ഞോ എന്റെ തല വന്ന് വീണിപ്പോ എന്റെ തല പൊട്ടിയാനെ. ട്രെയിനാണോ? ട്രെയിനിൽ നിർത്തിട്ട് എറിഞ്ഞു വന്നത് സത്യം. നോക്കോ അപ്പൊ കുഴപ്പമില്ല, പേടിക്കാതെ കൊള്ളത്തില്ല. കൊള്ളത്തിലാണോ കൊള്ളാണെന്ന് എനിക്കറിയാം. കൊള്ളാത്ത ആരിലടാ എടുത്ത നമ്മളിപ്പോ പേന ഉപയോഗിച്ച് മഷി തീരുമ്പോ എടുത്ത് കളഞ്ഞിട്ട് പുതിയ പേന എടുക്കും എന്ന് പറഞ്ഞാൽ ഉണ്ട തീർന്നപ്പോ വലിച്ചെറിഞ്ഞിട്ട് പുതിയ എടുത്തോണ്ട് പോയി കാണൂടാ. നോക്കിയത് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഇത് അങ്ങനെ പൊട്ടുന്ന സാധനമൊന്നും അല്ലായിരിക്കും. പിന്നെ ഇത് കേടായ സാധനമാണ്. അതല്ല പിന്നെ ആരേലും അങ്ങനെ എന്തോ ഇത് എന്തോ ഇതൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോ ഇന്ന് ഇതുണ്ട്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാ. ഇതൊക്കെ അങ്ങനെ പേടിക്കാൻ ഇത് ഉപയോഗമില്ലാത്തതാണ്. അയ്യോ പൊട്ടത്തില്ലെന്ന് കളിച്ച കളിയല്ല മിണ്ടല്ലടാ. ഇത് ചിലപ്പോ ഒരു കാര്യം ചെയ്യ്, നെറ്റി നോക്ക്. നെറ്റിയോ? നെറ്റി നോക്ക്.
എന്റെ നെറ്റ് നോക്കാനാണോ? പിന്നെ മൊബൈൽ എടുത്താൽ നിന്റെ നെറ്റിനകത്ത് നോക്കണം. ഈ സാധനം ഈ NH47 എങ്ങനെ ഓഫ് ചെയ്യണം? NH47 AK47. എന്ത് പുല്ലായാലും ഓഫ് ചെയ്യണം നോക്കണം. നോക്ക്. ഇല്ല ഇതിനകത്ത് കാണുന്നില്ല എങ്ങനെ ഓഫ് ചെയ്യണമെന്ന്. കാണുന്നില്ലേ? ഇല്ല സത്യമായിട്ടും ഇല്ല. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ അനക്കം ഇല്ല സാധനം കേട്ടോ. അനക്കം ഇല്ലാത്തോണ്ട് വലിയ പ്രശ്നം. അണ്ണാ വല്ല കാര്യം ഉണ്ടായിരുന്നു അതങ്ങ് കളഞ്ഞാ പോരായിരുന്നു. കളയത് ഞാൻ വല്ലതും ചെയ്താൽ അത് തന്നതാരെന്ന് അടിക്കുന്നതാ പടപടാന്ന്. തീർന്നു കേട്ടോ, തീർന്നു. ആനം തീർന്നിട്ടുണ്ടല്ലേ പിന്നെ ഇത് ഏറെ ആവശ്യമില്ലാത്ത വയ്യാവില്ല. നീ ഒറ്റ ഇതിനൊക്കെ കാരണം പിടിച്ചു വരുത്തിയുണ്ടല്ലോ ഈ പ്രശ്നം ഉണ്ടായത്. എടാ കിടന്ന് വേളം വെച്ചിട്ട് സാധനമില്ല. ഇത് ആവശ്യം പോലെ കിടക്കണ ഉണ്ടാ. ഇതിപ്പോ എന്തായാലും ഒന്ന് നമുക്ക് ഇത് ചെയ്തു നോക്കണമെന്നിട്ട് ഇത് അനങ്ങാണ് ഉണ്ടാന്ന് പറഞ്ഞിട്ട്. എടാ ഇതിപ്പോ ഒരു നിവർത്തി ഇല്ലാതെ ഇത് എന്തോ ചെയ്യണം. അണ്ണാ നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? പോലീസിൽ അറിയിക്കട്ടെ? പോലീസ് അറിയാലോ. കൈ ഫ്രീ ആക്കട്ടെ. എന്റെ കൈ കാണിച്ചെനിക്ക് പോയി. ഇത് വെച്ചിരിക്കും നോക്കണ്ട അണ്ണാ, ആപത്തൊന്നും വരില്ലേ? കുഴപ്പമില്ല. അങ്ങ് ഇരുന്നാ കരിപ്പില്ല. നീ ഒരു കാര്യം ചെയ്യോ, ശകലം നേരം ഇരിയടാ. എന്റെ തുട കഴിക്കുന്നുണ്ട്. എടാ ഒരു കൈ സഹായം നിന്റെ വീട്ടിലാണ് ഇത് നടക്കണം. എനിക്കൊന്നും ഇന്റെ കേടാ. ഒന്നിരിയടാ. എടാ കുഴപ്പമില്ല. ഞാൻ പതുക്കെ ഒരു വിഷയമില്ല. അണ്ണാ ആവശ്യമില്ലാത്ത ഇല്ലെന്ന് നീ ഒന്ന് ഇരിയടാ. പതുക്കെ ഇരുന്നാ മതി. അനക്കരുത്. അതെ അങ്ങനെ കയറി ഇല്ല കുഴപ്പമില്ല. സംസാരിക്കല്ലേ? ഞാൻ പറഞ്ഞത് ഞാനേ പോലീസിനെ വിളിക്കാം. എനിക്ക് ഈ റെയിൽവേ പോലീസ് വിളിച്ചോണ്ട് എടാ ഒന്ന് ഇറങ്ങണം. അത് ഓപ്പായി കാണണ്ട. പോടാ. എന്റെ ആവശ്യമാണ്. ഞാൻ പോലീസിനെ വിളിച്ചിട്ട് ചെറുക്ക അത് വൻ വിഷയം നടക്കണ. നിനക്ക് ഒരു ശല്യമില്ല. അവിടെ ഇരിക്കല്ലടാ. അവിടെ ഇരിക്കട്ടെ. അത് പോലീസുകാരെ വിളിച്ചു പറഞ്ഞില്ലല്ലോ പ്രശ്നം തരാം. അതുപോലെ ഒറ്റ ഊട്ടകളായിരുന്നു ഓടി. ഇപ്പൊ നോക്ക 147 ഊട്ടായിട്ട് കിടക്കാൻ എന്നെ പിടിക്കല്ല. അവസാനം വിളിക്കട്ടെ. വിളിച്ചിട്ട് കിട്ടത്തുമില്ല, എടുക്കത്തുമില്ല. തീർന്നു കാണുമോ? അതല്ല പിന്നെ ഇത് തീർന്നല്ലോ. താനം തീർന്ന്. വേറെ പേടിക്കല്ലേ കേട്ടാ. ഇത്ര ഉള്ളായിരുന്നു. ഇനി ഒരു കാര്യം, ഇത് പിള്ളേർക്ക് മറ്റാ കളിക്കാൻ അവിടെ ആരെങ്കിലും പിള്ളേരുടെ കൂടെ. അല്ലാതെ ഇത് യാതൊരു ഉപയോഗമില്ല. ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾക്ക് ഈ വീട് എങ്ങനെങ്കിലും വിറ്റ് തരണം. നിങ്ങളാണ് ഇത് ഞങ്ങളുടെ തല കെട്ടിവെച്ചത്. അതുകൊണ്ട് ഈ വീട് വിറ്റ് തന്നേ പറ്റൂ. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവും. ഇവിടെ ഇത് എന്തൊരു കൊള്ളയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇത് പ്രശ്നമില്ലെന്ന്. നിങ്ങൾ ഇതിനകത്ത് താമസിക്കാൻ പറ്റില്ല. ഈ വീട് നമുക്ക് വിറ്റ് തന്നേ പറ്റൂ. അതങ്ങനെ ഇങ്ങനെ കൊണ്ടൊരു കഴിവില്ല. കഴിവുള്ളവരാണെങ്കിൽ പടപടന്ന് പറഞ്ഞ് വിറ്റ് തരും. നമുക്ക് വേറെ ബ്രോക്കർ ആവണം. പിന്നെ വേറെ ബ്രോക്കറെ നോക്കിയാൽ മതിയായിരുന്നു. എനിക്കോ അല്ല ഞാൻ സെറ്റ് ചെയ്യാലോ. പിന്നെ ഓ രാജേന്ദ്ര സാറേ. സാറേ ഈ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് കുറച്ച് മാറി റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് ഒരു വീട് വേണം സാറ് പറഞ്ഞില്ലായിരുന്നു സാറേ? ഉണ്ട് 10 സെന്റ് സ്ഥലമുണ്ട്. കണ്ണായ വീട്, ഉഗ്രം വീട്. പിന്നെ വണ്ടി കയറും. സാറിന് ഭാഗ്യമുണ്ട് ട്രെയിൻ വഴി തെറ്റി ഇത് വഴി കയറുകയും ചെയ്യും. അങ്ങനത്തെ സ്ഥലമാണ്. അതെ അതൊന്നും സെറ്റ് ചെയ്യാം സാറേ. എന്തോ വേണോന്ന് ചോദിക്കുക. എന്തോ നിങ്ങൾ ചോദിക്കുന്നത് എന്തുവാ? 15 ചോദ്യം 15 കിട്ടണം. 15 സാറേ അവർ പറയുന്നത് സാറേ ഒരു 20 അവരുടെ കൈ കിട്ടണം. അതെ സാറേ അതാണ് അവർ പറയുന്നത്. 40. അത് ശരി. അല്ല സാർ അവർ 20 അവർ ചോദിക്കണേ. അല്ല 40 അല്ല 20 ചോദിക്കണേ. അത് ഓ അങ്ങനെ ഉണ്ടല്ലേ. അത് ശരി. ഓക്കെ സാറേ. സാറേ അപ്പോൾ അവർ നമുക്ക് ഈ ഒരു 2 ആഴ്ചക്കുള്ളിൽ വേണേൽ എഴുതാം. അല്ല സാറിൻ്റെ സൗകര്യം പോലെ എത്രയും പെട്ടെന്നെങ്കിൽ അത്രയും പെട്ടെന്ന്. അത്രേ ഉള്ളൂ. ഓ സാറേ ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാം. ശരി സാർ. ഞാനേ സാർ ഓക്കെയാ. നമ്മൾ 15 പറഞ്ഞല്ലേ, നിങ്ങൾ എന്തിനാ 20? അതൊരു നടക്കാത്തത്. പിന്നെ എനിക്ക് വല്ലതും വേണ്ട. പിന്നെ അത് കൊള്ളാം. പിന്നെ ഞാൻ കിടന്ന് ഓടിയിട്ട് കാര്യം നിങ്ങൾക്ക് 15 അല്ലേ വേണ്ടേ? സാറ് ഈ റെയിൽവേ വർക്ക് ചെയ്യുന്ന സാറ്. അപ്പൊ ഇവിടെ ഇങ്ങനെ വീട് വേണമെന്ന് പറഞ്ഞു. സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച 1 മാസം കൂടി എങ്ങനെയാലും വീട് വേറെ പ്രശ്നമില്ല. ഒരു 40 ലക്ഷം രൂപ സാറ് തരുമെന്ന് പറഞ്ഞു. 40 ലക്ഷം രൂപ സാറ് തരും. അങ്ങനത്തെ വട്ട ചേട്ടാ ഇതെങ്ങനെ കൂട്ടി തരുന്ന കാര്യം എന്താണ്? 15 പറഞ്ഞു നിങ്ങൾ 20 ആക്കി. ഇപ്പൊ പുള്ളി 40 തരാം. ഞാൻ ചോദിച്ചു സാറിനോട് ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞു ഈ സാറിന് ഈ റെയിൽവേയുടെ ഒക്കെ അറിയാലോ. അപ്പൊ സാറ് പറഞ്ഞു ഇപ്പൊ ഈ 1 വർഷത്തിനുള്ളിൽ ഈ ഡബിൾ ലൈൻ വരുന്നു. അപ്പൊ സാറ് പറയുന്നത് 1 വർഷം കഴിയുമ്പോഴത്തേന് കോടികളാ ചോദിക്കുന്നത്. തരുന്നു, സർക്കാർ തരും. അപ്പൊ ഇത് കൊടുത്തിട്ട് സാറ് എടുക്കാം. അപ്പൊ സാറ് 40 ലക്ഷം പോലും വിഷയമില്ല. കോടികൾ കിട്ടുമല്ലേ സാറിന്? അതെന്താന്ന് വെച്ചാൽ ചേട്ടൻ പുഷ്കരണ പോവല്ലേ? അല്ലല്ല ഞാൻ സാറിനെ ഒന്ന് കാണുകയും ഞാനത് കണ്ടിട്ട് വരാം. ഇല്ല വേണ്ടതേ അണ്ണ ഇവിടെ നില്ല. ഞാൻ ഒരു ചായ എടുത്തിട്ട് കുറച്ച് നേരം ഇവിടേക്ക്. ഞാൻ ഇപ്പൊ ചായ എടുക്കാന്ന്. കാരണം കോടികൾ 1 വർഷം കഴിയാ ഞാൻ അണ്ണം വന്നിട്ട് ചായ കുടിക്കാതെ പോവാനെ. എന്തോ വന്നേ
നമ്മളിപ്പോ 15 ലക്ഷത്തിന് കൊടുത്ത നഷ്ടമല്ലേ? 1 വർഷം കഴിയുമ്പോൾ 2 കോടിയായി ഈ സ്ഥലത്തിന് പറയുന്നത്. നീ അല്ലേ ഇത്ര നേരമായിട്ട് പറഞ്ഞു വിൽക്കണം 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 എന്ന് അത് പറഞ്ഞപ്പോ? വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാവൂലേ? അപ്പൊ ഈ തീവണ്ടിയുടെ ഒച്ചയൊന്നും നിനക്ക് പ്രശ്നമല്ലേ? 2 പഞ്ഞി എടുത്ത് ചെവി വെച്ചോണ്ട് കിടന്നാ പോരെ. അപ്പൊ നിസാമുദ്ദീൻ വണ്ടി വരുന്ന നിസാമുദ്ദീനെ നജീബുദ്ദീനെ അവന്റെ വാപ്പ അബൂബക്കർ വരട്ടെ, നമുക്കെന്ന് തോന്നുന്നു. ഇനിയിപ്പോ അങ്ങനെ തിരിച്ചു അണ്ണ അങ്ങോട്ട് പറ, ഇത് നമ്മൾ വിൽക്കില്ലാന്ന് പറ. ഞാൻ പോയിട്ട് വരാം സാറേ. അല്ല പോരല്ലേ? ഇതൊക്കെ അടുത്ത ഞായറാഴ്ച ഫ്രീ ആണോ? അടുത്ത വരുന്ന ഞായറാഴ്ച? അടുത്ത ഞായറാഴ്ച എനിക്ക് വേറൊരു സ്ഥലം വണ്ടാനത്തൊരു സ്ഥലം കാണിക്കാൻ കൊണ്ടുപോകണ്ട. ഉച്ച കഴിഞ്ഞ് ഫ്രീ ആണോ? കഴിഞ്ഞ് ഫ്രീ. ഉച്ച കഴിഞ്ഞ് ഫ്രീ ആണെങ്കിൽ ആണെങ്കിൽ ഇവിടം വരെ ഒന്ന് വരണം. എന്തുവാ? നമുക്കൊന്ന് കൂടാം. അത് ശരിയാണ്, ഇത്ര 1 മാസം കഴിഞ്ഞ് നമുക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് കൂടാം. അല്ല നമുക്കേ നമ്മൾ ഈ സ്ഥലം കൊടുക്കുന്നില്ല, നമ്മളിത് വിൽക്കുന്നില്ല. തോന്നിയാത്ത പറഞ്ഞ അടിക്കാൻ ചെറുക്കൽ ഞാൻ പറിക്കുന്നവനെ. എടാ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വല്ലയിടത്ത് വരുന്നവനെ പിടിച്ച് ഇളക്കി വിട്ട് അവന് ഞാൻ 40,000 രൂപ വരാൻ പറഞ്ഞു. അത് എന്ന് പറഞ്ഞ കാര്യമുണ്ട്, ഞങ്ങളുടെ സ്ഥലം വിൽക്കാൻ ഞങ്ങളുടെ ഇഷ്ടം കൂടെ വേണ്ടേ? എടാ എന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ച് വാക്ക് പറഞ്ഞില്ലേടാ, എഴുതി ചോദിക്കുമ്പോൾ ഇനി എന്താ പറയുന്നത്? കാര്യമുണ്ട് ഇത്. ഇതിപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ വിൽക്കണ്ട, ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ വിൽക്കുന്നില്ല. ഇപ്പൊ വീട് വിൽക്കുന്നില്ല, അത്രേ ഉള്ളൂ. അണ്ണാണെന്ന് കാര്യം നോക്കിപ്പോ അത്രേ ഉള്ളൂ. അന്നെങ്കിൽ വന്നേ. വിൽക്കുന്നില്ലെന്നാ ഒരു കാലത്തും വേണ്ട, നിങ്ങൾ നമ്മൾ വിൽക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ കടന്നോളാം. ട്രെയിൻ വരട്ടെ, അതിന്റെ സുഖം കണ്ട് ഞങ്ങൾ കടന്നുറങ്ങിക്കോളാം. അന്നെങ്കിൽ വന്നേ. ഇതൊക്കെ മനുഷ്യനെ പിടിച്ച് മെനക്കെടുത്തുന്ന കാര്യം നോക്കി പോകാൻ നോക്കണ പോ. ചുമ്മാ ഇരി മെനക്കെടുത്തെന്ന് പറഞ്ഞ ബ്രോക്കർ പുഷ്കരൻ്റെ അടുക്കില്ല കളി, അത് എൻ്റെ അടുക്ക. ഇതൊക്കെയാ എനിക്ക് ദേഷ്യം വരുന്നത്. ഒന്ന് ആലോചിച്ചാൽ ഞാനിത് പെടാപ്പാട് വിട്ട് ഞാൻ ഇവരുടെ തല വെച്ച് കൊടുത്താൽ ഞാൻ അത് കറക്കത്തിരിച്ച് എൻ്റെ വണ്ടിക്ക് കൊണ്ടുപോയി. ഞാൻ ഈ സമയത്ത് ആരെ ഒപ്പിക്കാനാ? സത്യം പറഞ്ഞാണ്ടല്ലോ, ഇത് മറ്റേ വരാനൊന്നും പോകുന്നില്ല, 4 ലൈനും മറ്റേ ഒന്നുമില്ല. ഞാൻ കസ്റ്റമർക്കിലോട്ട് വിളിച്ച കസ്റ്റമർക്ക് അങ്ങനെ വിളിക്കാൻ പറഞ്ഞ ഇത് സത്യം പറഞ്ഞാൽ 5 പേര് തൂങ്ങി മരിച്ച ഒരു വീട് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് കച്ചവടമാക്കിയാണ് ഞാൻ. എൻ്റെ കൈ കൂടായ്പ കൊണ്ട് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മൊത്ത കച്ചവടോ വീടോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. എൻ്റെ പേര് മറക്കണ്ട, ഐ ആം ബ്രോക്കർ പുഷ്കർ, കേട്ടോ? അങ്ങനത്തെ ഒരുത്തരാ ഞാൻ. രാജേഷേ, ബിജു നല്ല സ്കിറ്റ് ആയിരുന്നട്ടാ. നമുക്ക് ബാക്കി ഞാൻ ഇവരോട് ചോദിക്കാം, എന്നിട്ട് വരാം. പ്രസാദേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു, നല്ല സ്കിറ്റായിരുന്നു, വെറൈറ്റി ഉണ്ടായിരുന്നു. ശ്യാമിൻ്റെ ടൈപ്പ് ബ്രോക്കർ ഗംഭീരമായി. ഇത്തരം ബ്രോക്കറുകൾ നമ്മുടെ നാട്ടിൽ പലരും ഉണ്ട്. ഏതായാലും ക്ലൈമാക്സ് വളരെ മനോഹരമായിട്ട് ഫിനിഷ് ചെയ്തു. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ആ തോക്കിൻ്റെയാണ്. ആ തോക്ക് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും പവർഫുൾ ആവില്ലായിരുന്നു. ഈ വീടിൻ്റെ അവസ്ഥ, അത് ആദ്യത്തെ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു. പിന്നെ അവസാനം വീടിന് ഇത്രയും വില എന്ന് പറയുമ്പം നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല. എല്ലാം കൊണ്ടും ബിജു ഓക്കെ ആയി. ആ ട്വിസ്റ്റ് എല്ലാം നന്നായിരുന്നു. പിന്നെ അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഫോൺ വിളിയാണ്. രാജേഷ് വിളിക്കുമ്പോൾ തന്നെ ഭയങ്കര ചീത്ത വിളിയാണ്. അത് കഴിഞ്ഞ് നേരെ ബിജുവിൻ്റെ കൊടുത്ത് ഭാര്യയുടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ സോഫ്റ്റായി. അത് കഴിഞ്ഞ് വീണ്ടും രാജേഷിൻ്റെ കൊടുക്കുമ്പോൾ ചീത്ത വിളിക്കുന്നു. ആ ട്വിസ്റ്റൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങളുടെ ഓരോരോ സെഗ്മെൻറ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ ക്യാരക്ടറൈസേഷൻ ഓരോരുത്തരുടെയും നല്ല രീതിയിൽ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇടക്കിടക്കുള്ള കോമഡികൾ മുമ്പ് നിങ്ങൾ ചെയ്ത സ്കിറ്റിൻ്റെ അത്രയും വന്നില്ലെങ്കിൽ പോലും നല്ല പെർഫോമൻസും നിങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ച് പിന്നെ ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന പെർഫോമൻസാണ്. എങ്കിലും കോമഡി കുറച്ചുകൂടെ കൂട്ടിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് എനിക്കുണ്ട്, ഒരാഗ്രഹമുണ്ട്. എല്ലാം കൊള്ളാം. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. നന്നായി. ഓക്കെ, നമുക്ക് ഹരിയിലേക്ക് പോവാം. ഹരി ഗംഭീരമായിരുന്നു കേട്ടോ, നല്ല രസകരമായി അത് അവതരിപ്പിച്ചു, അഭിനയിച്ചു, നല്ല രസമായിരുന്നു. ശ്യാംജിയെ സംബന്ധിച്ച് ഭയങ്കര നാച്ചുറലായിട്ടുള്ളൊരു ബ്രോക്കറായിട്ട് അത് പെർഫോം ചെയ്തു. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊരു വേറൊരു വകുപ്പുമായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്ന കറക്റ്റ് ആ ഒരു ഡിറ്റോ സാധനമാണ് നമ്മുടെ നാട്ടിൻപുറത്ത് പറയുന്ന ഒരു അടിപൊളി സാധനം. മാത്രമല്ല ഈ പഴയ വസ്തു ബ്രോക്കർമാരുടെ ബുദ്ധി എന്ന് പറയുന്നത് അസാധ്യ ബുദ്ധിയാണ്. കാരണം എൻ്റെ ഒരു സുഹൃത്തിന് കുറേ വസ്തു വിൽക്കാനുണ്ടായിരുന്നു, ഇത് വിറ്റു പോകുന്നില്ല. അവസാനം ബ്രോക്കർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഒരു 3D പിക്ചർ മേടിച്ചിട്ട് പിന്നെ ഓപ്പണിംഗ് ഷോട്ടിൽ എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ട് കുറച്ച് വസ്തു തിരിച്ചിട്ടു. ബാക്കി വസ്തു ചൂടപ്പം പോലെ വിറ്റുപോയി. അവസാനം ഇവൻ ബോർഡും എടുത്ത് കളഞ്ഞിട്ട് ആ വസ്തു വിറ്റു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര നമ്മൾ ചിന്തിച്ച് നിർത്തുന്നിടത്ത് അവർ ചിന്തിച്ച് തുടങ്ങുന്ന ബുദ്ധി ഒരു കാലത്ത് ഭയങ്കര ഹിറ്റായിട്ടായിരുന്നല്ലോ വസ്തു ബ്രോക്കർമാർ. അത്തരത്തിലുള്ളൊരു നല്ലൊരു രീതി. പിന്നെ PO ലാലൻ എന്ന് പറയുന്ന പൂവാലൻ എന്നൊക്കെ പറയുന്ന ആ ഭാഗം, അതൊക്കെ നല്ല രസമായിരുന്നു. ബിജു, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം, ഞങ്ങൾ യൂട്യൂബിലൊക്കെ ഭയങ്കരമായിട്ട് കണ്ട ഒരു വീഡിയോ ആണ് വിജയണ്ണ കൊട് എന്ന് പറയുന്ന ഒരു സാധനം. നിങ്ങളുടെ സംസാരം ആ ടോൾ എനിക്ക് തോന്നി. അണ്ണ എന്നുള്ളത് ശ്രദ്ധിച്ചോ? വിജയണ്ണനൊന്ന് കൊട് അങ്ങനെയൊക്കെ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഹിറ്റായതാണ്. അണ്ണ എന്ന് വിളിച്ചിട്ട് സംസാരിച്ചില്ലേ? അത് കേട്ടപ്പോ അങ്ങനെയൊന്ന് പറയോ? ഒരു മിനിറ്റ് ഇതിൽ ശ്രദ്ധിച്ചോണം. അത് പറഞ്ഞു, ഇതിൽ പറഞ്ഞ ഡയലോഗ് തന്നെ മതി. വേണ്ട, വിജയണ്ണ കൂടെ പറയാം. എന്നാ പറയോ?
ആണല്ലേ? ആ ഓക്കെ എനിക്ക് വിജയണ്ണനെ കൊണ്ട് എന്റെ വിജയണ്ണനെ കൊണ്ട് നിങ്ങൾ തന്നെയാണോ ശരിക്കും അത്? അയ്യോ ഞാനോ എനിക്കത് കേട്ടപ്പോൾ പഴയ ഒരു കാര്യം ഓർമ്മ വന്നു. ഗംഭീരം, ഒന്നും പറയാനില്ല. നല്ല അഭിനയമാണ്, എന്ത് രസമായിട്ടാണ് അഭിനയിച്ചത്. സൂപ്പർ. ശ്യാമേ, രാജേഷ്, ബിജു ഈ പറഞ്ഞ പോലെ തന്നെ നല്ല സ്കിറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു സ്കിറ്റ് ആയിരിക്കും ഉള്ളത്. കാരണം ബിസിനസ് ട്രിക്കുള്ള ഒരാൾ, എല്ലാ ബിസിനസ്സിലും ഒരു ട്രിക്ക് ഉണ്ടാവുമല്ലോ. അതിപ്പോൾ ബിസിനസ് വലുതാണെന്ന് വേണ്ട ചെറുതാണെന്ന് വേണ്ട, എല്ലാ ബിസിനസ്സിലും ഉണ്ട്. ആ ഒരു ട്രിക്ക് കറക്റ്റായിട്ട് തന്നെ ആ ബ്രോക്കർ ചെയ്തു വെച്ചിട്ടാ. ബ്രോക്കറിലൂടെയാണ് ഈ കഥ പോകുന്നത്. അവസാനം പഞ്ച് ചെയ്ത് നിർത്തുന്നതും ബ്രോക്കറിലാണ്. ആ പഞ്ചിങ് ഒക്കെ നല്ലായിരുന്നു, ക്ലൈമാക്സും നല്ലായിരുന്നു. പിന്നെ ആ തോക്ക് വെച്ചുള്ള കളി നല്ല കളിയായിരുന്നു, ഭയങ്കര ടൈമിംഗ് ആയിരുന്നു. കാരണം അത് എടുക്കുമ്പോൾ ആ സ്റ്റാർട്ട് പൊട്ടുക, അതിൻ്റെ സൗണ്ട് വരിക, അത് വെക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അടഞ്ഞ് മണ്ണിൽ പ്രസ്സായിട്ട് നിൽക്കുക. അതെനിക്ക് തോന്നുന്നു ഭയങ്കര ടൈമിംഗ് ഉള്ള, ഭയങ്കര റിഹേഴ്സൽ വേണ്ട സംഭവമാണ്. അത് നല്ല പക്ക പഞ്ചിങ് സാധനം വന്നിട്ടാണ്. എനിക്ക് തോന്നുന്നത് ചെറിയൊരു പോരായ്മ ഉണ്ടെങ്കിൽ നേരത്തെ ചെയ്ത് വെച്ചാക്കണ സ്കിറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ കൗണ്ടറുകളുടെ കുറവ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നിട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് മാർക്കിലേക്ക് കിടക്കാം. എനിക്ക് തോന്നുന്നു ഹരിയാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ശരിക്കും നല്ല മാർക്ക് തരണം. പിന്നെ ഇതിലൊരു ഈ ബ്രോക്കർക്ക്, നിങ്ങൾ കണ്ടെത്തിയ ബ്രോക്കർക്ക് അത്ര ക്രൂക്കറ്റ്നെസ് ഇല്ല. വേറെ വല്ല ബ്രോക്കർമാരായിരുന്നെങ്കിൽ ഈ 40 ലക്ഷം പറഞ്ഞില്ലേ, അതിൽ എനിക്ക് 5 ലക്ഷം കമ്മീഷൻ കിട്ടേണ്ടതായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു 3 ലക്ഷം എങ്കിലും തരണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇത് 3 ലക്ഷം കൂടെ മേടിക്കേണ്ടതാ. കാരണം എനിക്കത് നഷ്ടപ്പെട്ടു പോയതല്ലേ ആ പൈസ. എന്താണെങ്കിലും നല്ലൊരു സ്കിറ്റായിരുന്നു. ഞങ്ങളെ നല്ലോണം രസിപ്പിച്ചു. എൻ്റെ വക ഒരു 12,000 രൂപ. ഓക്കെ, 12,000 രൂപ. അപ്പോൾ ഞാനും ഒട്ടും കുറക്കുന്നില്ല. 12,000 രൂപ ഞാനും നന്നാക്കാം. അപ്പോൾ 12 12 24 പിടിച്ചോ. അടുത്ത പ്രാവശ്യം ഗംഭീര സ്കിറ്റായിട്ട് വരിക കേട്ടോ. രാജേഷ്, എല്ലാരും അറിയാലോ നമുക്കിനി. നമ്മളെ ഒരു പരിധിക്ക് താഴെ നിങ്ങൾ പോകാറില്ല അല്ലേ? പരിധിക്ക് താഴെ പോകാറില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞൊരു ചെറിയൊരു പ്രശ്നമായിരിക്കുള്ളൂ. ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഘനഗംഭീരമാക്കുക. ഇതിന്റെ പ്രശ്നം നമ്മള് ഇന്റർമീനിങ് ഒരുപാട് വരാൻ സാധ്യത. അപ്പൊ അത് മാക്സിമം വരരുതെന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുറെ നമ്മള് ആ കട്ടിലേക്ക് കിടക്കുന്ന സമയത്ത് ഇന്റർമീനിങ് കൊണ്ടുവരാൻ പറ്റുന്ന കുറെ സാധനങ്ങൾ നമുക്ക് സാധ്യതകൾ കുറെ നഷ്ടപ്പെട്ടു പോയത് എഡിറ്റ് ചെയ്യേണ്ടി വന്നു. ശരിയാണ്. ആ തോക്ക് വെക്കുന്നതും അതുപോലെ തന്നെ ഇപ്പൊ കട്ടിലിൽ കിടക്കുന്നതൊക്കെ വളരെ ചുരുക്കിയാ ചെയ്തത്. വലിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും. അത് കറക്റ്റ്. മൊത്തത്തിലൊരു ഉണ്ടായിരുന്നു, മൊത്തത്തിലൊരു എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കി മതി. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഹരി പ്രസാദ് ഏട്ടാ, അടുത്തത് നമുക്ക് സ്കിറ്റ് അല്ല, പിന്നെ ഒരു വൈറൽ ഗായകനാണ് വരാൻ പോണത്. ആരാണ്? പുള്ള പേര് അനിൽ എന്നാണ്. അനിൽ ആഗ്രഹ എന്ന് പറഞ്ഞ് പാലക്കാട് നിന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ റീസെന്റ് വൈറലാക്കണ ഒരു പാട്ട് നമുക്ക് ആദ്യം ഒന്ന് വീഡിയോ കാണാം അല്ലേ? എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ ഓക്കെ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണകീർത്തനം ശക്തമാനസം ഭരണലോലുപം നർത്തനാലസം. അപ്പൊ അനിലേട്ടൻ ഒരുപാട് ഈ ഫ്ലോറിൽ വരാൻ വേണ്ടിയിട്ട്, ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതാണോ അനിൽ ആഗ്രഹ എന്ന പേര് വന്നത്? അല്ല, അങ്ങനെയല്ല. പക്ഷെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് അവസാനം നമ്മൾ ആഗ്രഹിച്ച് അദ്ദേഹം ഇവിടെ ഒന്ന് വരണേന്ന്. കാരണം അത്രക്ക് വൈറലായിരുന്നു പുള്ളിക്കാരൻ. ഞാൻ എന്തായാലും അനിലേട്ടൻ വന്നിട്ട് അനിലേട്ടന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അനിലേട്ടാ, അനിൽ ആഗ്രഹ ചേട്ടാ കടന്നു വരൂ. അനിലേട്ടാ നമസ്കാരം. നമസ്കാരം. അനിലേട്ടൻ എവിടെന്നാ വരുന്നത്? ഞാനിപ്പോ പാലക്കാട് അഞ്ചുമൂർത്തിമംഗലം. ഓ, അഞ്ചുമൂർത്തിമംഗലം അമ്പലമാണോ അവിടെ? അമ്പലത്തിന്റെ അടുത്താ, കുറച്ച് അടുത്താണ്. ചേട്ടൻ എന്താ ചെയ്യുന്നത്? എനിക്ക് മുടിവെട്ടാണ് ജോലി. ഓ, അവിടെ തന്നെയാ? അല്ലല്ല, ഞാനിവിടെ കേരളപ്പഴനി ചോച്ചേരിക്കുന്ന അമ്പലമുണ്ട് പുത്തൂര്. അവിടെ വഴിപാട് മുടി വടിക്കലാണ് എനിക്കിപ്പോ ജോലി. ഓ, അത് ശരിയാ. പഴനിയിലെയും വേളാങ്കണ്ണിയിലും പോലെ കേരളപ്പഴനി ചോച്ചേരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് നമ്മുടെ വീടിൻ്റെ. ഞാനിവിടെ തൃശ്ശൂർക്കാരനായിരുന്നു ശരിക്കും, പൊന്നുകരായിരുന്നു എൻ്റെ വീട്. ഞാൻ 4 മാസമായിട്ടുള്ളൂ അങ്ങോട്ട് പോയിട്ട്. എൻ്റെ മകൻ അവിടെ ഒരു വീട് വാങ്ങി, അപ്പോൾ അങ്ങോട്ട് മാറി. എനിക്ക് പാലക്കാട് ഇത്തിരി ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു, അതും കൂടി കൊണ്ടുപോകാൻ. ഭയങ്കര ഐശ്വര്യമാണ് കേട്ടോ നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ. നിങ്ങളുടെ വേഷവിധാനവും നിങ്ങളുടെ മുഖസ്ത്രീയും എല്ലാം കൂടെ ഒരു ഭയങ്കര ഐശ്വര്യമാണ് ആ വേദിയിൽ. സന്തോഷം, സത്യസന്ധമായ ഒരു കാര്യമാണ്. അനിലേട്ടന് ഇപ്പൊ കട്ടിങ് സെന്റർ ഉണ്ടോ? ഹെയർ കട്ടിങ്? അതെ, മക്കള് കാലമായിപ്പോൾ ഞാൻ ആ പണിക്ക് കയറിയപ്പോൾ അവർ എന്നോട് പറഞ്ഞു, അച്ഛനെ അത് മാത്രം ചെയ്തു. കാരണം ഈ അടുത്ത കാലത്ത് മാത്രം പാട്ടിൽ വന്ന ഒരാളാണ് ഞാൻ.
എത്ര വർഷമായി? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു 6 വർഷമായിട്ടുള്ളൂ ഞാൻ ശരിക്കും പറഞ്ഞ പാട്ട് പാടി തുടങ്ങിയിട്ട്. ഓഹോ. പഠിച്ചിട്ടൊന്നുമില്ല. പഠിച്ചിട്ടില്ല അല്ലേ? അപ്പൊ പിന്നെ ഇങ്ങനെ ചില സാഹചര്യങ്ങൾ വന്നപ്പോൾ മക്കള് പറഞ്ഞു അച്ഛൻ അമ്പലത്തിലത്തെ ജോലി മാത്രം ചെയ്തത് 11:30 കഴിയും. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊക്കോ നമ്മള് സാധാരണ കൂലിയൊന്നും വാങ്ങില്ല, നേർച്ച പോലെ നേർച്ചയാണത് അല്ലേ? അല്ല, അവിടെ അതിനൊരു ചാർജൊക്കെ ഉണ്ട്. ഒരു ദക്ഷിണ പോലെ അല്ലേ? നമ്മൾ എന്തെങ്കിലും ദക്ഷിണ തന്നാൽ അത് നമുക്ക് വാങ്ങാം. ശരി. അപ്പൊ ഈ ചെറുപ്പത്തിൽ ഇത്ര മനോഹരമായിട്ട് പാടിയിട്ട് ചെറുപ്പത്തില് ഇതെന്താണോ ഒരു ഗാനമേളക്കോ അല്ലെങ്കിൽ വേറൊരു സദസ്സിലോ ഒന്നും പോയി പാട്ട് പഠിക്കാത്ത വിളിക്കാറില്ല. അവസരങ്ങളുടെ ഒരു പ്രശ്നം. ആരെങ്കിലും പറയണ്ടേ ഞാൻ പാടുന്നത് നന്നാവുണ്ട്, എന്നാലും എനിക്കത് ചോദിക്കാനുള്ള ഒരു മനസ്സ് വരുള്ളൂ. അത് ഈ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി അതുകൊണ്ടുള്ള കലയെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റി. മാത്രമല്ല ഞാൻ ചേട്ടൻ വന്നപ്പോൾ മുതലേ ചേട്ടൻ ആ ഒരു സ്റ്റേജ് ഫിയർ ഒന്നും ഫീൽ ചെയ്തില്ല. ആദ്യം വന്നപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയെങ്കിലും ചേട്ടൻ പാട്ടിൻ്റെ ഇടയ്ക്ക് ഇവരുമായിട്ട് എല്ലാം ഒരു ഐ കോണ്ടാക്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അവരെയും നോക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു ഒത്തിരി സ്റ്റേജുകൾ കൈകാര്യം ചെയ്ത ഒരു പ്രൊഫഷണൽ ഗായകൻ്റെ കൂട്ട് തന്നെയാണ് ചേട്ടൻ പാടിയത് കേട്ടോ. അത് ഭയങ്കര. മാത്രമല്ല ആദ്യം ബിജുകുട്ടൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അനിലാഗ്രഹ എന്ന താങ്കളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഈ ഫ്ലോറിൽ വരണമെന്നായിരുന്നു എന്നും പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് ഈ ഫ്ലോറിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതും അയ്യപ്പൻ്റെ ഗാനം, അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹമായിട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അങ്ങനത്തെ ഒരു സമയം കൊണ്ടാണല്ലോ നടക്കുന്നത്. ശബരിമലയ്ക്ക് പോയിണ്ടായിരുന്നു, അപ്പൊ എന്നിട്ട് കളഞ്ഞ മുടി അല്ലെങ്കിൽ ഞാൻ മുടിയൊക്കെ തരണ്ടായിനെ. ഈ ആഗ്രഹം എന്നുള്ള പേര് ഇട്ടത് അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ആഗ്രഹം തന്നെ, വേറെ ഒന്നുമില്ല. സമിതിയുടെ പേരൊന്നുമല്ല. അല്ലല്ല, എനിക്കൊരു മകളുണ്ടായ ഇടാൻ വെച്ച പേരാ. പക്ഷേ എനിക്ക് 3 ആൺകുട്ടികളാ. ഓ അങ്ങനെ. അപ്പൊ പിന്നെ അതിനെ കളയാനൊരു വിഷമം, അപ്പൊ അത് കൂട്ടിക്കോട്ടെ ചെയ്തു. അതൊരു വ്യത്യസ്തമായ ഒരു സംഭവമാണല്ലോ ചേട്ടാ. സത്യമാണ്. പക്ഷെ ആ മകളാണ് ഇപ്പൊ രക്ഷിച്ചേക്കണത്. ആ മകളുടെ കൂടെയാണ് ഇപ്പോൾ വന്നിരിക്കണത് അല്ലേ? നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അല്ലെ ഒരു പാട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം അല്ലേ? ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ആദ്യം തന്നെ ഒരു പാട്ട് പാടാം നമുക്ക്. ഏത് പാട്ടാ പാടണത്? ജോൺസൺ മാഷ പാട്ടും നമ്മുടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അതേത് പാട്ടാ പാടാൻ? അപ്പൊ അത് കേൾക്കാം അല്ലേ? ചേട്ടൻ സെലക്ഷൻ എടുത്തേക്കുന്ന പാട്ടുകൾ തന്നെ വളരെ ഗംഭീര പാട്ടുകളാണ് കേട്ടോ. സന്തോഷം. മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ആയർ പെൺകിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. 1000 തുമ്പപ്പൂവായി വിരിഞ്ഞു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. ചേട്ടാ ഗംഭീരം കേട്ടോ, ഗംഭീരം. എനിക്ക് ഒരു വലിയ പരാതി ഉണ്ട് കേട്ടോ ചേട്ടാ. ചേട്ടൻ ഇതുവരെ പാട്ട് പഠിക്കാൻ പോയിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. ഓ ഇനിയും പഠിക്കാൻ ഒരുപാട് സമയമുണ്ട്. കാരണം ഞങ്ങളുടെ ഈ കലാഭവനിലൊക്കെ 60-70 വയസ്സ് പ്രായമായവർ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് പാട്ട് പഠിക്കാനും ഡാൻസ് ചെയ്യാനും ഒക്കെ.
അപ്പം നിങ്ങളുടെ പ്രായമൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള എവിടെയെങ്കിലുമൊക്കെ സംഗീത ക്ലാസ്സുകളുണ്ടാവും, അധ്യാപകരുണ്ടാവും. പാട്ട് പാടുക, പഠിക്കുക. ഇനിയും ഒരുപാട് വേദികളിൽ നിങ്ങൾ പാടാനുള്ളതാണ്. അതെ, മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാം വന്നതിന് ശേഷം ഇങ്ങോട്ട് പഠിപ്പിക്കാൻ ഇനി ആള് വരും. പഠിക്കാൻ പറ്റില്ല നീ. ഞാൻ പോയിട്ടുണ്ട്. ആരാ പറഞ്ഞു? ഞാൻ ഒരാളുടെ അടുത്ത് പോയി. എൻ്റെ 23-ാമത്തെ വയസ്സിൽ ഒരാൾ എന്നോട് പറഞ്ഞു നീ പാട്ട് പാടണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ, അങ്ങനെ ഞാൻ പോയി. പക്ഷെ അത് വിധിച്ചിട്ടില്ലേ നമുക്ക്. 3 ദിവസം പോയപ്പോഴേക്കും ഞാൻ നിന്നിരുന്ന സ്ഥലത്തെ ജോലി പോയി. ചേട്ടാ, ഈ വിധിയെ പറ്റി കൂടുതൽ പറയുന്ന ഒരാളെന്നുള്ളതിൽ ഞാൻ പറയാം, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ചേട്ടൻ്റെ മനസ്സിൽ ഒരിക്കലും എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നൊരു ചിന്ത മനസ്സിൽ വരരുത്. എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് ചിന്തിച്ചാൽ നമുക്ക് അപ്രാപ്യമായിട്ടുള്ളത് ഒന്നുമില്ല ചേട്ടാ. ഞാനിപ്പോൾ ചേട്ടനോട് പറയുന്നു, ചേട്ടനൊരു ദൈവവിശ്വാസിയാണ്, ഞങ്ങളെല്ലാം ദൈവവിശ്വാസികളാണ്. ചേട്ടൻ പാട്ട് പഠിക്കാൻ പോകണം, ചേട്ടൻ പാട്ട് പഠിക്കണം. ചേട്ടൻ്റെ പ്രായത്തിൽ ചേട്ടനൊരു കച്ചേരി, ഇപ്പോൾ ഭയങ്കര സംഭവം അല്ലെങ്കിൽ പോലും ഒരു ദൈവസന്നിധിയിൽ നടത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ചേട്ടൻ എൻ്റെ ആഗ്രഹം സാധിച്ചു തരണം. അതെ, തീർച്ചയായിട്ടും ഇവിടെ വെച്ചങ്ങ് ഉറപ്പിക്കാം. ഞങ്ങൾ ഇത് കഴിഞ്ഞേ വിടും. അതെ, ഇവിടെ വെച്ച് വാക്ക് തന്നിട്ടേ പോകാവൂ. ഓക്കെ ആണോ? മുൻപ് എന്നോട് ആരെങ്കിലും ഇങ്ങനെ പറയാൻ വേണ്ടേ? ഇപ്പൊ നിങ്ങളത് പറഞ്ഞപ്പോ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഞാനത് ചെയ്യും. അപ്പൊ ഉറപ്പല്ലേ? ചെയ്യണം. വാക്കല്ലേ? വാക്ക്. ഈ വേദിയിൽ വെച്ച് ജനങ്ങൾ മുഴുവൻ കാണുകയുണ്ടോ ഇത്? അത് ശരിയാ. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം അല്ലേ? ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രവീന്ദ്ര മാഷ് ഒരു പാട്ടാണ് അമരത്തിലത്തെ വികാരം നോക്കി. അയ്യോ, എല്ലാവർക്കും ഇഷ്ടമാണ്. അതെ, അതാണ് പാടാൻ പോണത്. അപ്പൊ അത് വളരെ ആഗ്രഹമായിരുന്നു ഇതുപോലൊരു വേദി കിട്ടുമ്പോ അത് പാടണം എന്നുള്ളത്. തീർച്ചയായിട്ടും. പക്ഷെ എനിക്കത് ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ ഞാനത് പാടാൻ ശ്രമിക്കുകയാണ്. പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ പറ്റിക്കും നമ്മള്. പാടിക്കോ, ധൈര്യമായിട്ട് പാടിക്കോ. കണ്ണീരുപ്പുകലർന്നൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു. രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ? ഓഹോ, അടിപൊളി. വെണ്ണുറ വന്നു തലോടുമ്പോ കടശിലയലിയുകയായിരുന്നു. വെണ്ണുറ വന്നു തലോടുമ്പോ കടശിലയലിയുകയായിരുന്നു. ഭൂമീൻ തേടിയ ചെമ്പിലരയൻ ദൂരെ തുഴയെറിയുമ്പോൾ തീരവും പൂക്കളും കാണാക്കരയിൽ മറയുകയായിരുന്നു. രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ? ഞാനറിയാതെ നിൻ പൂമിഴിത്തുമ്പിൽ കൗതുകമുണരുകയായിരുന്നു.
ഞാനറിയാതെ നിൻ പൂമിഴിത്തുമ്പിൽ കൗതുകമുണരുകയായിരുന്നു. എന്നിളം കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പാഴ്മരമായേനെ. ഇലകളും കനികളും മരതകവർണ്ണവും വെറുതെ മറഞ്ഞേനെ. രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ? ഏറ്റവും ബെസ്റ്റ് പാട്ട് ഇത് തന്നെയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും ബെസ്റ്റ് പാട്ട് ഇത് തന്നെയായിരുന്നു കേട്ടോ. ചേട്ടാ, എന്തൊരു ഫീലായിരുന്നു ആ പാട്ട് ചേട്ടാ. കേട്ടാ. നമ്മള് ഈ ലയിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ ഇതാണ് ചേട്ടാ. എന്തൊരു ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അതിലങ്ങ് അലിഞ്ഞാണ് ചേട്ടൻ പാടുന്നത്. എനിക്ക് തോന്നുന്നു ഈ പരിസരമൊക്കെ മറന്നാണ് പാടുന്നതെന്ന് തോന്നുന്നു അല്ലേ? സത്യം. അല്ല, എല്ലാവർക്കും ഈ ഒരു പാട്ട് ഇത്രയും ടച്ച് ചെയ്ത് പാടാൻ അങ്ങനെ പറ്റൂല എന്നാ തോന്നണം. പക്ഷെ ചേട്ടൻ പാടിയപ്പോ ഭയങ്കര ഫീൽ ആയിരുന്നു കേട്ടാ. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. താങ്ക്സ്. ബെസ്റ്റ് സോങ് കാരണം അവര് എഴുന്നേറ്റിന് കൈ അടിച്ചേണ്ട. എല്ലാവർക്കും നന്ദി. ഈ ആളാണ് പാട്ട് പഠിക്കാൻ പോകൂല, ഞാൻ ഇതിന് ഇനി പോകൂല എന്ന് പറഞ്ഞത്. ഇവിടെ അത് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പോവില്ല എന്നല്ല ഞാൻ പറഞ്ഞു. കാരണം അതിന് മാത്രമുള്ള ഒരു പ്രോത്സാഹനം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അങ്ങോട്ട് ചെല്ലുമല്ലോ. വലിയ പ്രോത്സാഹനം ഇനി ഇല്ല. മതി. ചേട്ടാ, ചേട്ടൻ പാട്ട് പഠിക്കാൻ പറയുന്നത് ചേട്ടൻ്റെ പാട്ടിൽ എന്തെങ്കിലും പോരായ്മകൾ ഉള്ളത് കൊണ്ടല്ല. ചേട്ടൻ ഇനിയേറെ ഉയരത്തിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം തന്നെ ചേട്ടൻ ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. കാരണം ഒരു കുറ്റവും പറയാനില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇത് പോരാ. ചേട്ടൻ ഇനി എന്തൊക്കെയോ സ്റ്റഫ് എടുക്കാനുണ്ട്, അതെടുക്കണം. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞാൻ എടുക്കും. ഓക്കെ. ചേട്ടൻ്റെ കുടുംബ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. വൈഫിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. ബീന ബീന വീട്ടമ്മയാണ്. വീട്ടമ്മയാണ്. എനിക്ക് 3 മക്കള്. എന്നെ 2 മക്കൾ ഗൾഫിലാ. ഒരാള് താഴെയുള്ള ആള് ടാറ്റു ആർട്ടിസ്റ്റാണ്. അവൻ തിരുവനന്തപുരത്താണ്. ടാറ്റു അല്ലേ? അപ്പൊ ഇനി അങ്ങോട്ട് ആ കാര്യങ്ങളിലൊക്കെ നോക്കി നമ്മൾ ഇനി വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ല. ഇല്ല, അത് അവരുടെ സമ്മതപ്രകാരമാണ് ഞാനിപ്പോ ഈ പാട്ടിന് ഇറങ്ങിയത്. ഓക്കെ, ഫുൾ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നമുള്ളത്? മക്കളുടെ സപ്പോർട്ട് ഉണ്ട്. ചേട്ടാ, ഈ മക്കളുടെ പിന്തുണയോടുകൂടി അച്ഛൻ പാടാൻ വരുന്നത് ഒരു വ്യത്യസ്ത അനുഭവമാണ് ശരിക്കും പറഞ്ഞാൽ. അവർക്ക് ജോലിയൊക്കെ ആയപ്പോൾ അച്ഛനെയും ജോലിക്ക് പോകണ്ട, അച്ഛനെ അച്ഛൻ്റെ ലൈഫിൽ എന്താണോ അച്ഛൻ്റെ ആഗ്രഹങ്ങൾ അതിൽ എൻജോയ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞില്ല. ഞാനൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്ന നിമിഷമാണ് അത്. എൻ്റെ മക്കൾ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അത് കൂടുതൽ എനിക്ക് വേണ്ട. ഞാനിപ്പോ വയസ്സൊക്കെ ആയില്ല, 57 വയസ്സായി എനിക്ക്. അത് പറയരുത് ഇനി. പറയരുത്, എനിക്ക് പറ്റില്ല, ഇനി ഒന്നും ഇല്ലാന്നൊന്നും പറയരുത്. പറയണേട്ടാ, അങ്ങനെ പറയില്ല. അതിശയായി. ഒരു കാര്യം കൂടെ പറയാം. ഈ മക്കളോടാണ് പറയാനുള്ളത്. ഞങ്ങൾ അദ്ദേഹത്തോട് പാട്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മക്കളും കൂടെ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി നമുക്ക് പാട്ട് പഠിപ്പിക്കണം. ചേട്ടാ, ഒരൊറ്റ കാര്യം കൂടെ, ആ ഹരിവരാസനം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടിയാൽ നല്ലതായിരുന്നു. രണ്ടുപേരും പാടാം. അതെ. ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദുകം അരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശരണകീർത്തനം ശക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ,
ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഓ ഹോ ഹോ, അടിപൊളി. സ്വാമി ശരണയ്യപ്പ. സ്വാമി ശരണം. ആ ചെല്ല് ബിജുക്കുട്ടൻ അങ്ങോട്ട് വരികയാണ്, നേരിട്ട് വന്ന്. ആ ഓക്കെ ഓക്കെ. അല്ലേട്ടാ, എന്തായാലും ഞാൻ വന്നത് നന്നായിട്ടാ. അവിടെ നിന്ന് എൻ്റെ ഒരു ആഗ്രഹപ്രകാരമാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ചേട്ടനെ ഒന്ന് കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ബിജു ചേട്ടൻ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവരെല്ലാം കൂടി ഉള്ളൊരു ഹഗ്ഗാണിത്. ഹൃദയം തൊട്ടുള്ള നന്ദി കേട്ടാ. അപ്പോൾ നമ്മളൊരു ചോദ്യം ബാക്കി കിടക്കണത്, ഇനി മേലിൽ പറയരുത് എനിക്ക് ഇത്രയും വയസ്സായി ഇനി ഒന്നുമില്ല അന്നുമില്ല കേട്ടോ. കലാകാരനാണെന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. നമുക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഇവിടെ നിൽക്കാനായിട്ട് അത്രയും പ്രചോദനം ഉണ്ടാക്കിയത് ചേട്ടൻ്റെ പാട്ടാണ്, അതിൻ്റെ മേന്മയാണത്. കാരണം എനിക്ക് പാടാറിയാൻ പാടില്ല, കേട്ട് ആസ്വദിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും അവിടെ നിന്ന് ഇവിടെ എഴുന്നേറ്റ് വന്ന് ചേട്ടാ ഞങ്ങളുടെ കൂടെ കെട്ടിപ്പിടിയാണ് അങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും മനസ്സിലായി. അത് ഞാൻ അതേ രീതിയിൽ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നത് ചേട്ടൻ ഇനിയുള്ള കാര്യങ്ങളിൽ തളരാൻ നിൽക്കരുത്, തളരേണ്ട ആവശ്യമില്ല. ഇനി ചേട്ടന് നമ്മുടെ ഈ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എവിടേക്ക് വേണേലും ഞാൻ പോയി പാടും. അതെ, അതായത് 200 കിലോമീറ്റർ എൻ്റെ ഒരു ബൈക്ക് ഗ്ലാമർ അതുമ്പോൾ പോയിട്ട് 500 രൂപ അവിടെ കൊടുത്തിട്ട് ഞാൻ പാട്ട് പാടി പോകുന്നുണ്ട്. വേറെ ഒന്നിനല്ല, പാട്ടിനോടുള്ള ഇഷ്ടമുണ്ട്. അതായത് കുറേ ആളുകളെ നമുക്ക് ബന്ധപ്പെടാൻ പറ്റും, പരിചയപ്പെടാൻ പറ്റും, കുറേ പാട്ടുകാരെ പരിചയപ്പെടാൻ പറ്റും. മെയിനായിട്ട് ഞാൻ നോക്കാറുള്ളത് എന്താ വെച്ചാൽ വേറെ ഒന്നല്ല, സദസ്സിലിരിക്കുന്ന ആൾക്കാരെ പ്രതികരണം ശരിക്കും കാണും, കേൾക്കും. ആരെങ്കിലും 2 ആൾ വന്ന് എൻ്റെ കൈ പിടിച്ചാൽ എൻ്റെ സന്തോഷം വേറെ. അത് നമ്മളൊരു 10-100 ഇത് ലോകത്തെമ്പാടുമുള്ള മലയാളികൾ മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതറിയാമോ? സത്യം. ഇനി കൈ തരാനും അനുഗ്രഹിക്കാനും പൈസ തരാനും ആൾക്കാർ ഒത്തിരി ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് ചേട്ടൻ പ്രോഗ്രാമിന് പോകൂലേ? അപ്പൊ ഈ നമ്മളെ ഇപ്പൊ കണ്ടിരിക്കുന്ന പ്രേക്ഷകരിലെ പ്രോഗ്രാമും ഫംഗ്ഷനൊക്കെ നടത്തുന്ന ആളുകളുണ്ടാവും. ചേട്ടന്റെ നമ്പർ ഇതിന്റെ അടിയിൽ എഴുതി കാണിക്കാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ചേട്ടന്റെ ഗാനമേളയോ ചേട്ടന്റെ പാട്ടോ എന്താണെന്ന് വെച്ചാൽ ചേട്ടനെ വിളിച്ചാൽ മതി. ചേട്ടൻ റെഡിയാണ് അല്ലേ? അതെ. ഇതിനെക്കാട്ടി വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇനി ജീവിതത്തിൽ കിട്ടാനില്ല എന്റെ പൊന്നു ചേട്ടാ. ഇവിടെ നിന്നെല്ലാം കൊടുത്തിട്ട് വിടുള്ളൂ. അനുഗ്രഹം. ഇനി സമയമില്ല എന്നൊന്നും പറയരുത്, എനിക്ക് ഇത്രയും പൈസ എന്ന് പറയല്. നമ്പർ ഒഴുകി കിടക്കുന്നുണ്ട്. ഫ്ലവേഴ്സ് ഫാമിലിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ പ്രാർത്ഥന ഉണ്ടാവും. ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ. പ്രസാദ് ഏട്ടാ, ഹരി, ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറയിലെ ഇന്നത്തെ പരിപാടി ഏകദേശം നിർത്താറായിരിക്കുകയാണ്. ഇതിലും നല്ല എപ്പിസോഡും നല്ല സ്കിറ്റും നല്ല തമാശകളായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്.